ഈ എവിടേക്കാണ് പി വി അൻവറെ കൊണ്ടുപോകുന്നത്? നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ഇവിടെ നിന്നും വാഹനം പുറത്തേക്ക് പോയിരിക്കുന്നു. ഒതായിലെ വീട്ടിൽ നിന്ന് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത ഇപ്പോൾ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ നിന്ന് പോയിരിക്കുന്നു. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. വലിയ നാടകീയ രംഗങ്ങൾ ഈ അറസ്റ്റിന്റെ സമയത്ത് വീട്ടിൽ നടന്നു. ആളുകൾ MLA സ്വന്തം വണ്ടിയിൽ വരും, MLAയുടെ വാഹനത്തിൽ വരും എന്ന് പറഞ്ഞു. പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധം ഉണ്ടായത്. അതെല്ലാം തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിനുശേഷം MLA ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ഇന്ന് ഏകദേശം ഒരു 11 മണിക്ക് ശേഷമാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. അത് നോർത്ത് DFO ഓഫീസിൽ വെച്ചായിരുന്നു. അവിടെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധം പിന്നീട് അതൊരു അക്രമാസക്തമാവുകയായിരുന്നു. ഓഫീസിലേക്ക് കയറി അവിടുത്തെ മേശയും കസേരയും ഉൾപ്പെടെയുള്ളത് തകർക്കുകയായിരുന്നു. എന്നാൽ അത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. ഇതുവരെയും പല കേസുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതിൽ അറസ്റ്റ് ചെയ്തത് ആസൂത്രിതമാണ്. അത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി തന്നെ തകർക്കാനുള്ള നീക്കം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ഇതിന് സ്പീക്കറുടെ ഒരു കത്തും വേണ്ട, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. അതിന് മറ്റാരുടെയും സഹായം ഒന്നും തന്നെ വേണ്ട. ഇത് ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് സ്വയം വഹിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ നോക്കുന്നതിന് വേണ്ടി ഇവിടെ ഡോക്ടർമാർ വന്നിട്ടുണ്ടായിരുന്നു, പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർമാർ എത്തിയിട്ടുണ്ടായിരുന്നു. അത് സ്വന്തം അദ്ദേഹം വിളിച്ചു വരുത്തിയതായിരുന്നു. കാരണം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവർ MLAയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ഇപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചെറിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജീപ്പിന്റെ പിൻഭാഗത്ത് കയറ്റുവാനുള്ള നീക്കം അത് പ്രവർത്തകർ തടയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തെ മറ്റൊരു ജീപ്പിലാണ് പോലീസ് ഇപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിലമ്പൂർ DFO ഓഫീസിലുണ്ടായ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഓഫീസ് അടിച്ച് തകർത്തു എന്നാണ് FIR-ൽ പറയുന്നത്. ആ കേസിൽ 1-ാം പ്രതിയാണ് പി വി അൻവർ MLA. മറ്റ് 11 പേർ കൂടി ആ കേസിൽ പ്രതികളാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോലീസ് സംഘം ഇപ്പോൾ പി വി അൻവറുമായി നിലമ്പൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തിയത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് എത്തിയത്. അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സമീർ, നിലമ്പൂർ സ്റ്റേഷനിലേക്കാണോ പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ എത്തിക്കുന്നത്? ഉന്മേഷ്, നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പി വി അൻവറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ആ ഭാഗത്തേക്ക് തന്നെയാണ് ഈ വാഹന വ്യൂഹം കടന്നു പോകുന്നത്. നിലമ്പൂർ പോലീസിന്റെ വാഹനത്തിലാണ് നിലവിൽ പി വി അൻവറിനെ പ്രവേശിപ്പിച്ച് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ നാടകീയമായ രംഗങ്ങൾ കൂടി അറസ്റ്റ് ചെയ്യുന്ന വാഹനത്തിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഉണ്ടായി എന്നതാണ്. അതുവരെ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ വാഹനത്തിന്റെ ഏറ്റവും പിൻഭാഗത്തേക്ക് പി വി അൻവറിനെ പോലീസ് കയറ്റാൻ ശ്രമിച്ചതാണ് നിലവിൽ പ്രവർത്തകർ തടഞ്ഞത്. അതായത് പി വി അൻവറിനെ ഏറ്റവും പിൻഭാഗത്ത് മറ്റു വലിയ പ്രതികളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതായിരുന്നു പ്രവർത്തകരുടെ നിലപാട്. തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ആ വാഹനത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തടയുകയും ചെയ്തു. അതിന് പിന്നാലെ പോലീസ് മറ്റൊരു വാഹനത്തിൽ മധ്യഭാഗത്ത് പി വി അൻവറിനെ കയറ്റി ഇപ്പോൾ 2 പോലീസ് വാഹനങ്ങളായി ഇപ്പോൾ നിലവിൽ പി വി അൻവറിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ആ ഭാഗത്തേക്ക് നിലവിൽ വാഹനം കടന്നു പോവുകയാണ്. നിലവിൽ വാഹനം പി വി അൻവറിന്റെ ഒതായിലെ വീട്ടിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് നിലവിൽ ഈ എടവണ്ണ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 20ഓളം മിനിറ്റിനകം തന്നെ അല്ലെങ്കിൽ അരമണിക്കൂറിനകം തന്നെ നിലവിൽ നിലമ്പൂരിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറെ നേരം പോലീസ് ഈ പി വി അൻവറിന്റെ വീട്ടിൽ കാത്തിരുന്നതിന് ശേഷമാണ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടന്നത്. പി വി അൻവറിന്റെ സ്വാഭാവികമായ ആരോഗ്യ പരിശോധനയ്ക്ക് പി വി അൻവർ തന്നെ വിളിച്ചു വരുത്തിയ ഡോക്ടർ എത്തിയിരുന്നു. അങ്ങനെ ആ പരിശോധന കഴിഞ്ഞാലേ തന്നെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നതായിരുന്നു പി വി അൻവറിന്റെ നിലപാട്. അത് സാധാരണ പരിശോധനയായിരുന്നു. പിന്നീട് ആ പരിശോധന പൂർത്തിയായതിനു ശേഷം പി വി അൻവർ പോലീസുമായി സഹകരിക്കുകയായിരുന്നു. അങ്ങനെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പി വി അൻവറിനെ അറസ്റ്റ് രേഖപ്പെടുത്തി നിലവിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത് നിലവിൽ നിലമ്പൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് നിലവിൽ എടവണ്ണ എത്തിയിരിക്കുകയാണ്. പി വി അൻവറുമായി സഞ്ചരിക്കുന്ന വാഹന വ്യൂഹം നിലവിൽ നിലമ്പൂരിൽ എത്തിയിരിക്കുകയാണ്. എടവണ്ണയിൽ എത്തിയിരിക്കുകയാണ്. എടവണ്ണയിൽ നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് വാഹനം പ്രവേശിച്ചു കഴിഞ്ഞു.
കഴിഞ്ഞു. അങ്ങനെ PV അൻവറിനെ അറസ്റ്റ് ചെയ്തു ഏറെ നിർണായകമായ രാഷ്ട്രീയ വിവാദമായി മാറാവുന്ന ഒരു അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ നിലമ്പൂർ DFO ഓഫീസിലേക്ക് PV അൻവറിന്റെ DMKയുടെ നേതൃത്വത്തിൽ ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടാകുന്നത്. ഈ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായത്. അതിന് പിന്നാലെ ആദ്യം ഉപരോധമായിരുന്നു, DFO ഓഫീസ് ഉപരോധമായിരുന്നു നടന്നിരുന്നത്. പിന്നീട് അപ്രതീക്ഷിതമായി ചില പ്രവർത്തകർ നേരെ DFO ഓഫീസിനകത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഞായറാഴ്ച അതിനാൽ ഓഫീസെല്ലാം തന്നെ അടച്ചിട്ട നിലയിലായിരുന്നു. പക്ഷേ പ്രവർത്തകർ ഒതുങ്ങിയില്ല. പ്രവർത്തകർ ആ വാതിലെല്ലാം തന്നെ പൂട്ടിപ്പൊളിച്ച് അങ്ങോട്ട് അകത്തേക്ക് കയറുകയും പിന്നീട് അകത്തുണ്ടായിരുന്ന ഫർണിച്ചറുകളും ടേബിളും എല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം 3 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിലമ്പൂർ സ്റ്റേഷനിലെത്തി PV അൻവർ ചെയ്തതിനു ശേഷം PV അൻവർ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. അതിന് പിന്നാലെയാണ് വൈകുന്നേരത്തോടു കൂടി വലിയ പോലീസ് സന്നാഹത്തോടു കൂടി പോലീസ് ഈ PV അൻവറിന്റെ ഒതായിലെ വീട്ടിലേക്ക് എത്തുകയും വീട് വളയുകയും പിന്നീട് പ്രവർത്തകരൊക്കെ തന്നെ തടഞ്ഞുകൊണ്ട് ഒരു അറസ്റ്റ് നടപടിയിലേക്കും പോലീസ് കടഞ്ഞത്. വലിയ പ്രതിഷേധമാണ് PV അൻവർ അറിയിച്ചത്. പ്രത്യേകിച്ച് ഒരു നോട്ടീസ് തന്നെ വിളിച്ചു വരുത്തിയാൽ താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമായിരുന്നല്ലോ, എന്തിനാണ് ഇവിടെ വന്ന് ഇത്രയും നാടകം കളിക്കുന്നത് എന്നാണ് PV അൻവർ ചോദിച്ചത്. ഈ സ്പീക്കറുടെ അനുമതി ഉണ്ടോ എന്ന് നമ്മൾ PV അൻവറിനോട് ചോദിച്ചിരുന്നപ്പോൾ PV അൻവർ പറഞ്ഞത് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള അനുമതി എന്നതാണ് PV അൻവർ ചോദിച്ചത്. അങ്ങനെ ഏറെ ഈ അറസ്റ്റിന്റെ അവസാന നിമിഷങ്ങളിലും PV അൻവറിനെയും MR അജിത് കുമാറിനെയും പിണറായി വിജയനെയും MR അജിത് കുമാറിനെയും അടക്കമുള്ള പോലീസിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് PV അൻവർ വിമർശിച്ചത്. അതിന് പിന്നാലെയാണ് അറസ്റ്റുമായി വഴങ്ങുകയും അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിക്കൊണ്ട് PV അൻവറിനെ നിലവിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ PV അൻവർ എത്തും. ഉടൻ തന്നെ ഈ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി പിന്നീട് നിലവിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കായിരിക്കും ഹാജരാക്കുക. അവിടെ ഇന്ന് തന്നെ കൊണ്ടുപോകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നിലമ്പൂർ കോടതിയോട് ചേർന്നാണ് ഈ മജിസ്ട്രേറ്റിന്റെ വീടുള്ളത്. ഇന്ന് രാത്രിയിൽ തന്നെ അവിടെ എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഈ പൊതുമുതൽ നശിപ്പിച്ച കേസ്, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് നിലവിൽ PV അൻവറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഏറെ നിർണായകമായിരിക്കുന്ന അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. എന്നാൽ പോലീസും വളരെ സംയമനം പാലിച്ചാണ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത്. പ്രവർത്തകർ പലകുറി ഈ അവസാന ഘട്ടത്തിൽ പ്രകോപിപ്പിക്കാൻ പോലീസിനെ ശ്രമിച്ചെങ്കിലും പോലീസ് വളരെ സംയമനത്തോടു കൂടി കൂടുതൽ സംഘർഷഭരിതമാക്കാൻ ശ്രമിക്കാതെ പ്രവർത്തകരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും PV അൻവർ ഇനി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ വേറെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക ഇത് തന്നെയായിരിക്കും. സ്വാഭാവികമായും ഭരണകൂട ഭീകരത എന്നാണ് PV അൻവർ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ അനുയായികളും വലിയ പ്രതിഷേധം ഉയർത്തി. അവർ പറഞ്ഞത് എന്തിനാണ് വീട് വളഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇത്രയും വലിയൊരു പോലീസ് പട എത്തിക്കൊണ്ട് ഒരു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യം എന്താണ്? ഇന്ന് ഉച്ചയ്ക്കും കൂടി PV അൻവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ്. പിന്നെ എന്തിനാണ് ഇത്തരം ഒരു നാടകം എന്നുള്ളതാണ് ഈ PV അൻവറിന്റെ അണികളടക്കമുള്ളവർ ചോദിച്ചത്. ഏതായാലും നിലവിൽ PV അൻവറിനെ കൊണ്ടുപോയിരിക്കുന്നു. നിലവിൽ നിലമ്പൂരിലേക്ക് ഉള്ള യാത്രയിലാണ് നിലവിൽ ഈ വാഹന വ്യൂഹം നമ്മളുമുള്ളത്. നിലമ്പൂർ MLA PV അൻവർ അറസ്റ്റിലായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. ഇന്ന് കട്ടാരാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉച്ചയ്ക്കെടുത്ത പോലീസ് കേസിൽ രാത്രി നാടകീയമായി PV അൻവറിനെ വീട്ടിലെത്തി വീട് വളഞ്ഞ് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. ഉദായിൽ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത അൻവർ MLA ഇപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. സമീർ ബിൻ കരീമാണ് നമുക്ക് വിശദാംശങ്ങൾ നൽകിയത്. സമീർ, സ്വാഭാവികമായും ഉച്ചയ്ക്കെടുത്തൊരു കേസ്, അതിൽ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നു. ഇത്തരത്തിൽ ജനപ്രതിനിധികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും അന്യായമായ കൂട്ടം ചേർന്നതിനുമൊക്കെ കേസെടുക്കുന്നത് ആദ്യമായല്ല. അത്തരം സംഭവങ്ങളിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഉച്ച മുതൽ ആ നിലമ്പൂർ പരിസരത്തും പോലീസ് സ്റ്റേഷൻ പരിസരത്തുമുള്ള PV അൻവർ MLA രാത്രി അത്യന്തം നാടകമായി പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉയരുന്നതിൽ വലിയ അത്ഭുതം കൊടുക്കേണ്ട കാര്യങ്ങൾ. പ്രത്യേകിച്ച് PV അൻവർ പറഞ്ഞതുപോലെ ഈ അറസ്റ്റിനെ PV അൻവർ ഒരു ഭരണകൂട ഭീകരത നിലയിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്തായിരിക്കും PV അൻവർ MLA പോലീസ് സ്റ്റേഷൻ എത്തിയ ശേഷമുള്ള നടപടിക്രമങ്ങൾ? ഇന്ന് ഞായറാഴ്ചയാണ്, മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ സമീർ?
സുഹൈൽ, നിലവിൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പോലീസിന് അതിനുള്ള സമയവും ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരെ നിലവിൽ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. PV അൻവറിനോട് പോലീസ് പറഞ്ഞതും നിലവിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഒരു 20 മിനിറ്റിനകം തന്നെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് PV അൻവറിനെ എത്തിക്കും. അവിടെ നിന്നായിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക.